അലയമൺ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തിങ്കൾ, ചൊവ്വ, ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഗ്രാമസഭകളിലേക്ക് പോവുകയും ചെയ്തു. 14 വാർഡിലെയും ഗ്രാമസഭകളുടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ആ ഗ്രാമസഭകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വികസന സെമിനാറിൽ എത്തിച്ചേർന്നത്. വികസന സെമിനാറിലേക്ക് ചർച്ച ചെയ്യപ്പെടാനായി വികസന വീതിയായി നമ്മൾ കരട് പദ്ധതി രേഖ എല്ലാവരുടെയും കൈകളിൽ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്നും പ്രതിപാദിക്കാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും വികസന സെമിനാർ കൂടുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിഹിതവും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വികസന സെമിനാറിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുസ്തക രൂപത്തിൽ അയച്ചു തന്നിട്ടുള്ള ഈ വികസന വീതി നമുക്ക് നിക്ഷിപ്തമായ ഫണ്ടുകളും മേഖലാ വിഭജനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും അനിവാര്യമായ നിർബന്ധിതമായി നമുക്ക് എടുക്കേണ്ട പ്രോജക്റ്റുകളെ ഉൾപ്പെടുത്തിയും കൊണ്ടാണ് ഈ പുസ്തക രൂപത്തിൽ നിങ്ങൾക്ക് കരടായി അയച്ചു തന്നിട്ടുള്ളത്. അതെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാവുന്നതാണ്. ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിന് അനുവദിച്ചു തന്നിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത് 4,12,84,000 രൂപയുടെ പദ്ധതികളാണ് നമ്മൾ എടുക്കാനായി ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് അത് ഗവൺമെന്റ് നിഷ്കർഷിച്ച് 2024-25 കാലയളവിലെ പഞ്ചായത്തിലെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള വികസന സെമിനാറാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു നമ്മുടെ വികസന സെമിനാർ കൂടിയത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനുവരി മാസം സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ജോലി തിരക്കുകളുടെ ഇടയിലും പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് സാധാരണത്തിൽ സൂചിപ്പിച്ചതുപോലെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഗ്രാമസഭയെ കഴിഞ്ഞിട്ടാണ് വികസന സെമിനാറിലേക്ക് വന്നത്. അപ്പൊ ഈ പദ്ധതി വർഷം നടപ്പിലാക്കേണ്ട പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ കരട് പദ്ധതി രേഖയായി അച്ചടിച്ച് നിങ്ങളെല്ലാവരുടെയും കയ്യിൽ വന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ പറ്റി അതിന്റെ ഏതൊക്കെ പദ്ധതികളാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുരളി സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീതാകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഡാനിയൽ, മെമ്പർമാരായ ജി രാജു, ബിന്ദുലേഖ, അമ്പിളി, ഷൈനി എസ്, ജേക്കബ് മാത്യു, പി ശോഭന, ബിനു സി ചാക്കോ, ഗീത ജെ, ജയശ്രീ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ഹംസ, സെക്രട്ടറി ബിജുകുമാർ ആർ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. തിങ്കൾ, ചൊവ്വ, ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ.